റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കോൺഗ്രസിൽ വീണ്ടും ഓഡിയോ വിവാദം. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെതിരായ DCC ജനറൽ സെക്രട്ടറി KC വിജയന്റെ ഓഡിയോ റിപ്പോർട്ടറിന്. വയനാട് ദുരിതാശ്വാസത്തിന് പിരിച്ച പണത്തിന്റെ കണക്കറിയാം. തട്ടിപ്പ് കാണിച്ച് എന്തും ചെയ്യാൻ കഴിയും. വ്യാജ ID കാർഡ് ഉണ്ടാക്കിയാണ് വിജിൽ മോഹൻ ജില്ലാ പ്രസിഡന്റായത്. വിജിലിന്റെ മുകളിലുള്ള നേതാവും അങ്ങനെ തന്നെയാണ് നേതാവായതെന്നും DCC ജനറൽ സെക്രട്ടറി KC വിജയൻ ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ബാക്കി ഞാൻ പറയുന്നില്ല, നമുക്ക് ആ ഓഡിയോ എന്ന് കേട്ടിട്ട് വരാം. വിജിൽ മോഹൻ അത്ര വലിയ ആളൊന്നുമല്ല. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി. ഇവിടുന്ന് പിടിച്ച പണത്തിന്റെ കണക്കറിയാം. എവിടെയാ? വയനാട്ടിലേക്ക് കൊടുക്കാൻ. ബാക്കി ഇനി പിന്നെ പറഞ്ഞു തുടങ്ങാം കേട്ടോ. തീർന്നില്ല. നാണമുണ്ടോ? ഈ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പില് കള്ള ഐഡന്റിറ്റിക്കാരൻ ഉണ്ടാക്കിയിട്ടാ മേലെ ഇരിക്കുന്ന അവനും വിജിൽ മോഹനും ഒക്കെ ആയത്. അത്ര അന്തസ്സൊന്നും ചമയണ്ട. തട്ടിപ്പ് കാണിച്ച് എന്ത് ചെയ്യാൻ കഴിയും? ആ തട്ടിപ്പാണ് നീയൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം. അന്തസ് വേണോടാ സംസാരിക്കുമ്പോൾ. തോന്നിയാസം പറയരുത്. ഇതൊക്കെ മനസ്സിലടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാ ഞങ്ങള്. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, കോൺഗ്രസിൽ ഒരു ഓഡിയോ കൂടി പുറത്തു വരികയാണ്. ഒരു ഓഡിയോ അത് DCC പ്രസിഡന്റിന്റെ സ്ഥാനം തെറിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇൻസ്റ്റന്റ് ആയിരുന്നു ആക്ഷൻ. ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെതിരെ DCC ജനറൽ സെക്രട്ടറി KC വിജയൻ ഇങ്ങനെ തുറന്നു പറയാനിടയാക്കിയ സാഹചര്യം എന്താണ്? സുജി, അതായത് കണ്ണൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. കണ്ണൂർ ശ്രീകണ്ഠപുരത്തുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിലാണ് ഈ ഒരു ചർച്ച നടന്നത്. ഇരിക്കൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ വിജിൽ മോഹനും അതുപോലെ തന്നെ ഈ DCC ജനറൽ സെക്രട്ടറി KC വിജയനും തമ്മിൽ ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ഓഡിയോ സന്ദേശം ഉയർന്നു വന്നൊരു സാഹചര്യമുണ്ട്. അതിൽ ഗുരുതരമായിട്ടുള്ള ചില പരാമർശങ്ങൾ വയനാട് ദുരിതാശ്വാസ ഫണ്ട് പണപ്പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടെ ഈ DCC ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട്. കർഷക കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വിജയൻ. വ്യാജ ID കാർഡ് ഉണ്ടാക്കിയാണ് ജില്ലാ പ്രസിഡന്റ് ആയത്. ഇതൊക്കെ മനസ്സിലടക്കിയാണ് ഇപ്പോഴും തങ്ങളൊക്കെ പ്രവർത്തനം നടത്തുന്നത്. കള്ള വോട്ട് വാങ്ങി ജില്ലാ പ്രസിഡന്റായി ചമഞ്ഞു നടക്കുന്നു. നിന്റെ മുകളിലുള്ള നേതാവും അങ്ങനെയൊക്കെ തന്നെയാണ് നേതാവായതും എന്നുള്ള കാര്യവും തങ്ങൾക്കറിയാം എന്നുള്ള കാര്യം DCC ജനറൽ സെക്രട്ടറി KC വിജയൻ ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇതിൽ ഓർക്കേണ്ട കാര്യം അർജുൻ കല്യാട്, വയനാട്ടിലേക്ക് പിരിച്ച പണത്തിന്റെ കണക്കറിയാം. ആ പണത്തിന്റെ കണക്കിനെ ചൊല്ലി പുറത്ത് വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു DCC ജനറൽ സെക്രട്ടറി തന്നെ പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ. നേതാക്കൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ. ഈ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ അല്ലയോ എന്നെങ്കിലും പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും സുജി, അതായത് ഇതിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ എതിരാളിയിൽ നിന്നും ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമല്ല. അപ്പോൾ സ്വാഭാവികമായും അതായത് കോൺഗ്രസിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കണ്ണൂരിലെ DCC ജനറൽ സെക്രട്ടറി, കർഷക കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഒക്കെയാണ് ഇങ്ങനെ ഒരു ആരോപണം ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനുൾപ്പെടെയുള്ള മറുപടി കോൺഗ്രസ് നേതൃത്വം തന്നെ പറയേണ്ടി വരും. നേരത്തെ പാലോട് രവിയുടെ സ്ഥാനം തെറിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി നേതൃത്വം വിശദീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ സ്ഥാനത്തിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെതിരെ ഇത്തരമൊരു ആരോപണം, അതും ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണം ഉയർത്തിയത് അത് കോൺഗ്രസിനകത്ത് വലിയ തലവേദനയായിട്ടുണ്ട്, പൊല്ലാപ്പായിട്ടുണ്ട്. ഇനി ഏതൊക്കെ തരത്തിലുള്ള നടപടികളിലേക്ക് നേതൃത്വം കടക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. സുജിയ, ഓക്കെ, ഈ ഓഡിയോ എന്തായാലും ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ഓഡിയോയിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. അർജുൻ കല്യാടാണ് നമുക്കൊപ്പം ചേർന്നത്.